2017 ഫെബ്രുവരി 17 സിനിമാ ലോകത്തെയും നാടിനെയും ഞെട്ടിച്ച ക്രൂരപീഡനം. ഡബ്ബിംഗ് ആവശ്യത്തിനായി കൊച്ചിയിലേക്ക് വരികയായിരുന്ന യുവനടി സ്വന്തം വാഹനത്തിനകത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാതനകൾക്കൊടുവിൽ കരഞ്ഞുകൊണ്ട് നടി അഭയം തേടി സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തിയതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. വാർത്തകൾ പുറത്തുവന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയും മുൻപ് തന്നെ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച വാഹനവും ഡ്രൈവർ മാർട്ടിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂട്ടുപ്രതികൾ ഒന്നൊന്നായി അറസ്റ്റിലായി. നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ സുനിൽകുമാറാണ് ഏറ്റെടുത്തതെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതിയെ പിടികൂടാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രതി ഒളിവിൽ പോയി. ഒടുവിൽ പോലീസിനെ കബളിപ്പിച്ച് ഫെബ്രുവരി 23 സുനിലും കൂട്ടാളി വിജേഷും കീഴടങ്ങുന്നതിനായി എറണാകുളം CJM കോടതിയിലെത്തി. എന്നാൽ സിനിമയെ അനുസ്മരിപ്പിച്ച് പോലീസ് സുനിലിനെയും വിജേഷിനെയും കോടതി വരാന്തയിൽ കയറി അറസ്റ്റ് ചെയ്ത് പാഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ ജൂൺ 21 സുനിൽകുമാർ മുതൽ ചാർലി വരെയുള്ള 7 പ്രതികളുടെ കുറ്റപത്രം അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചു. കേസ് സുനിൽകുമാറിൽ അവസാനിച്ചെന്ന് തോന്നിയപ്പോഴായിരുന്നു കഥയിലെ ട്വിസ്റ്റ്. ജൂലൈ 24 നടിയെ ആക്രമിച്ച കേസിൽ തന്റെ പേര് പറയുമെന്ന് പറഞ്ഞ സുനിൽ ജയിലിൽ നിന്ന് ഫോണിൽ വിളിച്ച് നാദർഷയും അപ്പുണ്ണിയെയും ഭീഷണിപ്പെടുത്തിയെന്ന് മാധ്യമങ്ങളിലൂടെ പരിതപിച്ചു. എന്നാൽ ഇത് ദിലീപ് സൃഷ്ടിച്ച കഥയെന്ന് പോലീസ് പിന്നീട് വെളിപ്പെടുത്തി. ജൂലൈ 28 ദിലീപിനെയും സുഹൃത്തിന് ആദർഷയും 13 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ അർദ്ധരാത്രി വരെ നീണ്ടതോടെ ഉന്നത ഇടപെടലായി. കേസിൽ ദിലീപിനെ പ്രതിയാക്കാനുള്ള തെളിവുകളൊന്നുമില്ലെന്ന് അന്നത്തെ DGP സെൻകുമാർ പ്രതികരിച്ചത് അന്വേഷണ സംഘത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു. ഈ ഘട്ടത്തിലാണ് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ WCC ഉണ്ടാകുന്നതും സംഘം മുഖ്യമന്ത്രിയെയും DGPയെയും സമീപിക്കുന്നതും. സെൻകുമാർ വിരമിച്ച് ബെഹ്റ വീണ്ടും DGP ആയതോടെ വീണ്ടും അന്വേഷണം സജീവമായി. ഒടുവിൽ കേരളത്തെ ഞെട്ടിച്ച് ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാകുന്നു. ഗൂഢാലോചനയിലും തെളിവുകൾ നശിപ്പിച്ചതിലും ദിലീപിന് കൂട്ടാളികളായി പ്രവർത്തിച്ച അഭിഭാഷകരായ പ്രതീഷ് ചാക്കോയെയും രാജു ജോസഫിനെയും അടക്കം 3 പേരെ കൂടി പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ദിലീപിന്റെ 4 ജാമ്യ ഹർജികൾ അങ്കമാലി കോടതിയും ഹൈക്കോടതിയും തള്ളി. 85 ദിവസത്തെ ആലുവ സബ് ജയിൽ വാസത്തിനൊടുവിൽ ഒക്ടോബർ 3 ദിലീപിന് കർശന ഉപാധിയോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ദിലീപ് പുറത്തിറങ്ങിയതോടെ സാക്ഷികൾ സ്വാധീനിക്കപ്പെട്ടു തുടങ്ങിയെന്ന പരാതിയുമായി വീണ്ടും പോലീസ് രംഗത്തെത്തി. ഒടുവിൽ ദിലീപ് അറസ്റ്റിലായി 135 ദിവസങ്ങൾക്കൊടുവിലാണ് 11 പ്രതികളുള്ള അനുബന്ധ കുറ്റപത്രം അങ്കമാലി കോടതിയിലെത്തുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയുടെ ഫൈനൽ ചാപ്റ്ററാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. 7.5 വർഷം നീണ്ടുനിന്ന ഒരു ലീഗൽ യുദ്ധം, സാക്ഷി മാറ്റങ്ങൾ, തെളിവ് തർക്കങ്ങൾ, മെമ്മറി കാർഡ് വിവാദം, ഒടുവിൽ ഡിസംബർ 8 ആ ഒരു ജഡ്ജ്മെന്റ് ഡേ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ഒരു കേസിന്റെ വിധി പറയും. 2017 ഫെബ്രുവരി 17 സ്ഥലം കൊച്ചി നഗരം. വേഗത്തിലോടുന്ന ഒരു വാഹനം, അതിൽ മലയാള സിനിമയിൽ നടിക്കുക ഒരു ക്രൂര സംഭവം. അവിടെ നടന്നത് വെറും ഒരു ആക്രമണമല്ല, ഇത് കേരളം മുഴുവൻ ജഡ്ജിമാരെയും മാധ്യമങ്ങളെയും പ്രേക്ഷകരെയും ചോദ്യം ചെയ്യലിനാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. പ്രതികൾ നടിയുടെ അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയതോടെ കേസ് ശൂന്യതയിൽ നിന്ന് സൂപ്പർ ഹൈ പ്രൊഫൈലായി മാറി. കേസിലെ 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി നടൻ ദിലീപും. ആകെ 9 പ്രതികളാണ്. 2 പേരെ ഒഴിവാക്കി ഒരാൾ മാപ്പ് സാക്ഷിയുമായി. വർഷങ്ങളോളം ജയിൽ ജീവിതം. സുനിക്ക് 7.5 വർഷത്തിന് ശേഷം 2024 സെപ്റ്റംബറിൽ മാത്രമാണ് ജാമ്യം കിട്ടിയത്. അതും കർശന വ്യവസ്ഥകളോടുകൂടി തന്നെ. ഈ ഒരു കേസ് ഇത്ര വർഷം നീണ്ടത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന് കാരണം? സാക്ഷിയുടെ മാറ്റങ്ങളും മറ്റു പ്രതിപാദനങ്ങളും, അതുപോലെ മെമ്മറി കാർഡ് പരിശോധനയെക്കുറിച്ചുള്ള നിയമതർക്കങ്ങളും തുടരന്വേഷണങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു കാരണങ്ങൾ. കാരണം ഇതൊരു ലളിതമായിട്ടുള്ള ഒരു കേസ് ആയിരുന്നില്ല. ഇത് ഓരോ ഘട്ടത്തിലും പുതിയ ട്വിസ്റ്റുകളുള്ള ഒരു റിയൽ ലൈഫ് ത്രില്ലർ ആയിരുന്നു. എന്തായാലും അന്തിമവാദം പൂർത്തിയാക്കി ഈ ഒരു മാസം 20 കേസ് പരിഗണിച്ചപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജയ് കുമാറും പോലീസ് ഉദ്യോഗസ്ഥരും കോടതിയിൽ സന്നിഹിതരായി. എല്ലാ വാദങ്ങളും പൂർത്തിയായി. പ്രോസിക്യൂഷനും എല്ലാ സംശയങ്ങളും നിവർത്തിച്ചു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് ആ ഒരു വെർഡിക്റ്റ്. ഡിസംബർ 8 കേരളം മുഴുവന് കാത്തിരിക്കുന്ന നിമിഷം. ഈ ഒരു കേസിന്റെ വിധി മലയാള സിനിമാ ലോകത്തെയും സോഷ്യൽ മീഡിയയും പൊതുസമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കാൻ പോകുന്ന ഒരു ദിനമാണ്. ദിലീപ്, പൾസർ സുനി, മറ്റു പ്രതികൾ, 7.5 വർഷത്തെ ലീഗൽ ബാറ്റിലിന് ഇതിന് ഒരു അന്ത്യമുണ്ടാവുകയാണ്. ഈ ഒരു കേസ് എന്ന് പറയുന്ന വെറും ഒരു അന്വേഷണം മാത്രമായിരുന്നില്ല. ഇത് നിയമവ്യവസ്ഥയുടെ ശക്തിയും തെളിവുകളുടെ പ്രാധാന്യവും സാക്ഷികളുടെ നിലപാടുകളും നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയ ഒരു പാഠപുസ്തകമായിരുന്നു. എന്തായാലും ഡിസംബർ 8 കോടതി പറയുന്ന വാക്കുകൾ കേരളത്തിന്റെ അടുത്ത മാധ്യമ ചർച്ചയ്ക്ക് ഒരു തുടക്കമാകും. നമുക്ക് പുറത്തു നിൽക്കുമ്പോൾ ആരാണ് തെറ്റ് അല്ലെങ്കിൽ ആരാണ് ശരി എന്നുള്ള ചോദ്യങ്ങൾക്ക് 100% ഉറപ്പായിട്ട് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു കേസിന്റെ മുഴുവൻ സത്യം അറിയുന്നത് കോടതിയും അന്വേഷണ ഏജൻസികൾക്കും മാത്രമാണ്. അതിജീവിതയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവൾ അനുഭവിച്ച ആ വേദന, അവർ പറഞ്ഞ ആരോപണങ്ങൾ, അവരുടെ പോരാട്ടം, ഇവയെല്ലാം വളരെ ഗൗരവമുള്ളവയാണ്. അവയെ മാനിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അതുപോലെ തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന നിരപരാധിത്വ വാദവും തെളിവ് കോടതിയിൽ തെളിയണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തെയും ഒരാളായി കാണുന്നവരുടെ വിശ്വാസവും, ഇതെല്ലാം നിയമത്തിന്റെ പ്രക്രിയയിൽ തന്നെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പറയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ വാചകമാണ്:
നമുക്ക് ആരെയും കുറ്റക്കാരനാക്കി പറയാനോ അല്ലെങ്കിൽ നിരപരാധി എന്ന് മുദ്ര കുത്താനോ അധികാരമില്ല. നിയമം പറയുന്നതാണ് അവസാന വാക്ക്. ഈ കേസ് ഒരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്, അതായത് നീതി നേടാൻ ചിലപ്പോൾ സമയം വേണ്ടിവരും. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും പിന്തുണകളും വിമർശനങ്ങളും എല്ലാം കൂടി നമ്മെ കുഴപ്പിച്ചെടുക്കാം. പക്ഷെ കോടതി നോക്കുന്നത് തെളിവും സത്യവും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിനെ വിലയിരുത്തുമ്പോൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടുപേരുടെ വേദനയും വാദങ്ങളും നാം മാനിക്കണം. പക്ഷെ സത്യം തീരുമാനിക്കേണ്ടത് കോടതി മാത്രമാണ്. അവസാനം സത്യം എന്തായാലും ശരി, അത് നീതി ലഭിക്കേണ്ട വ്യക്തിയുടെ ഒരു പക്ഷത്താകട്ടെ. നടിയെ ആക്രമിക്കാൻ ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകി എന്നാണ് കേസിലെ ഒന്നാം പ്രതി സുനിൽ കുമാർ എന്ന പൾസർ സുനിയുടെ മൊഴി. 2017 ജൂലൈ 10-നാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബറിലായിരുന്നു ജയിൽ മോചനം. 2025 ഡിസംബർ 8-ന് വിധിയും. 2017 ഫെബ്രുവരി 17 രാത്രി 9:30 ദേശീയപാതയിൽ നെടുമ്പാശ്ശേരി അത്താണിക്ക് സമീപം കോട്ടായിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. സിനിമയുടെ ഡബ്ബിങ്ങിനായിട്ട് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടതായിരുന്നു നടി. അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിപ്പിച്ചെന്നുള്ള വ്യാജേന ഒന്നാം പ്രതി പൾസർ സുനിയുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് നടിയെ തട്ടിക്കൊണ്ടുപോവുകയും കളമശ്ശേരി, തൃക്കാക്കര, കാക്കനാട് ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം നടിയുടെ വാഹനത്തിലെ ഡ്രൈവറും കേസിലെ രണ്ടാം പ്രതിയുമായിട്ടുള്ള മാർട്ടിൻ നടിയെ കാക്കനാടിനടുത്ത് പടമുകളിലെ നടനും സംവിധായകനുമായിട്ടുള്ള ലാലിന്റെ വീട്ടിലെത്തിച്ചു. ഒളിവിൽ പോയ പൾസർ സുനി എറണാകുളം CGM കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ ഫെബ്രുവരി 23-ന് പോലീസിന്റെ പിടിയിലായി. പൾസർ സുനി അടക്കമുള്ളവരെ പ്രതിയാക്കി പോലീസ് അന്വേഷണവും ആരംഭിച്ചു. കൂടുതൽ അന്വേഷണം നടന്നപ്പോഴാണ് ദിലീപ് അടക്കമുള്ളവർ പ്രതികളുമായത്. നടൻ ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരം മറ്റു പ്രതികളുടെ സഹായത്തോടെ കുറ്റകൃത്യം നടത്തിയെന്നാണ് ഒന്നാം പ്രതി പൾസർ സുനിക്കെതിരെയുള്ള ആ ഒരു കേസ് എന്ന് പറയുന്നത്. ദിലീപ് അറസ്റ്റിലായി ജയിലിൽ കിടന്നതും മലയാള നടിമാരുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടതും ഉൾപ്പെടെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഇതിനെ തുടർന്ന് സിനിമാ ലോകത്തുണ്ടായി. ക്രൂരമായ ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയ നടി പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നടിക്ക് കഴിഞ്ഞു. പൾസർ സുനിയുടെ നേതൃത്വത്തിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നടൻ ദിലീപിന് പങ്കുണ്ടെന്നുള്ള സൂചന ആദ്യം പുറത്തു വന്നതും സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു ദിവസം സന്ധ്യയ്ക്ക് 2 വാഹനങ്ങളിലായിട്ട് 10ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആലുവ പാലസിനടുത്തുള്ള ദിലീപിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നായിരുന്നു സൂചന. വാഹനങ്ങൾ പാലസ് വളപ്പിലിട്ട ശേഷം നടന്നാണ് ഇവർ പോയത്. എല്ലാവരും മഫ്തിയിലായിരുന്നു. ചിലരുടെ കയ്യിൽ ഫയലുകളും ഉണ്ടായിരുന്നു. നേരത്തെ നഗരത്തിൽ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ഒരു രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു സംഘത്തിന്റെ വഴികാട്ടി. ഈ സമയത്ത് പാലസ് പരിസരത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലീസുകാരെ ശ്രദ്ധിച്ചു. അവരാകട്ടെ ഇരുട്ടായതുകൊണ്ട് രാഷ്ട്രീയക്കാരെ കണ്ടതുമില്ല. ഇതിനിടെ കൂട്ടത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന് തോന്നിച്ചയാൾ വീടെവിടെ എന്ന് ചോദിച്ചതും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ആ കാണുന്നതാണ്, നടക്കാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞതും രാഷ്ട്രീയക്കാർ കേട്ടു. പക്ഷേ പോലീസ് സംഘം ദിലീപിന്റെ വീട്ടിലേക്ക് കയറുന്നത് മതിലിന്റെ മറവ് കാരണം ഇവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പോയത് ദിലീപിന്റെ വീട്ടിലേക്ക് തന്നെ എന്ന് ഉറപ്പിച്ച് പൊതുപ്രവർത്തകരാണ് നടനെ പോലീസ് ചോദ്യം ചെയ്യുന്നെന്നുള്ള വിവരം ആദ്യം പുറത്തുവിട്ടത്.